പേഴ്സൻറ്റേജ് അതായത് ശതമാനം എന്നുള്ള ചാപ്റ്ററിൽ ആ ഒരു യൂണിറ്റിൽ നിർബന്ധമായിട്ടും നമ്മൾ 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. 3 മെത്തേഡിൽ ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ചോദിക്കുക. ഒരുപക്ഷെ ഒന്നോ രണ്ടോ മെത്തേഡ് ചോദിക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി എന്നൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ പേഴ്സൻറ്റേജ് എന്നുള്ള ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ മോഡൽ നിങ്ങളോട് പറയണം, ഒരു ക്ലാസ്സിൽ ടോട്ടൽ കുട്ടികളുടെ എണ്ണം 40ആണ്. ആ ക്ലാസ്സിലെ ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് 20ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം എത്ര? ക്ലിയർ ആണല്ലോ. ടോട്ടൽ തന്നു, ബോയ്സിൻ്റെ പേഴ്സൻറ്റേജും തന്നു. ബോയ്സിൻ്റെ പേഴ്സൻറ്റേജാണ് തന്നത്, എന്നിട്ട് ആ ബോയ്സിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 40 ഇവിടെ എഴുതും. 40 ഇൻറ്റു ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് അല്ലേ 20% നമ്മളെങ്ങനെ ഭിന്നസംഖ്യയാക്കി എഴുതുക? 20/100. ഇനി എങ്ങനെ ചെയ്യുക? അടിയിൽ 2 0 ഉണ്ട്, അപ്പോൾ മുകളിൽ നമുക്ക് വെട്ടാം. ഈ 0 വെട്ടി ഇത് വെട്ടി, ഇത് വെട്ടി ഇത് വെട്ടി. ഇനി അടിയിൽ ഒന്നുമില്ല, അടിയിൽ 1 ഉള്ളത്, അത് നമ്മൾ നോക്കണ്ട. മുകളിൽ 4ഉം 2ഉം ആണ്. മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. 4 × 2 8 ആൻസർ വരിക. ഓക്കെ, ഇനി അതാണ് ഒന്നാമത്തെ മോഡൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ എക്സാമ്പിളോട് പറയാം. ഒരു ഗാർഡനിൽ ആകെ 300 മരങ്ങളുണ്ട്. ഗാർഡനിൽ ടോട്ടൽ 300 മരങ്ങളുണ്ട്. അതിൽ 10% എന്താണ്? തെങ്ങാണ് അല്ലേ? 10% തെങ്ങാണ്. അങ്ങനെയാണെങ്കിൽ തെങ്ങിൻ്റെ എണ്ണം എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക? ടോട്ടൽ ആദ്യം നമ്മൾ എഴുതും. തെങ്ങിൻ്റെ പേഴ്സൻറ്റേജ് മുകളിൽ എഴുതി, 10 എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് വരും? 100. 0 വെട്ടി. ഇനി എന്ത് ചെയ്യുക? 30 × 1 പറഞ്ഞാൽ 30 തന്നെയാണ് അല്ലേ? മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. 300ൻ്റെ 10% എന്ന് പറഞ്ഞാൽ അവസാനത്തെ 0 ഒഴിവാക്കിയാൽ തന്നെ മതി, 30 കിട്ടും. ഈ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടോട്ടലും തന്നു, കാണേണ്ട സംഭവത്തിൻ്റെ പേഴ്സൻറ്റേജും തന്നാൽ ഇങ്ങനെയാണ് എണ്ണം കാണാം. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളോട് കാണാൻ വേണ്ടി പറയാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം തന്നു, പേഴ്സൻറ്റേജിന് പകരം എണ്ണമാണ് തന്നത്, എന്നിട്ട് പേഴ്സൻറ്റേജാണ് കണ്ടെത്താൻ പറഞ്ഞത്. നേരത്തെ ക്വസ്റ്റ്യനിൽ പേഴ്സൻറ്റേജ് തന്ന് ബോയ്സിന് എണ്ണം കാണാൻ പറഞ്ഞു. ഇവിടെ എണ്ണം തന്നു, ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് തന്നു. അപ്പോൾ രണ്ടും സംഖ്യകളാണ് തന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ എപ്പോഴും അടിയിലല്ലേ എഴുതുക, അത് അടിയിലെഴുതി. 40ൽ എത്ര കുട്ടികളാണ് ബോയ്സ്? 8 മുകളിൽ എഴുതി. ഇനി പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ × 100. 0 വെട്ടി. 8 കൊണ്ട് 4 ഉണ്ട്. നമുക്ക് 4ൽ ഒരു 4, 8ൽ 2 4 എന്ന് എഴുതാം അല്ലേ? 2 × 10 എത്രയാണ്? 20. 20% എന്ന് കിട്ടി. മറ്റൊരു എക്സാമ്പിളും കൂടെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗാർഡനിൽ 30 തെങ്ങുകളുണ്ട്. ആ ഗാർഡനിലെ ടോട്ടൽ 300 മരങ്ങളുണ്ട്. അങ്ങനെയാണ് തെങ്ങിൻ്റെ പേഴ്സൻറ്റേജ് എത്ര? അപ്പോൾ ടോട്ടൽ അടിയിൽ എഴുതി, തെങ്ങിൻ്റെ എണ്ണം മുകളിൽ എഴുതി, പേഴ്സൻറ്റേജ് കാണാൻ × 100. 0 വെട്ടി, ബാക്കി 30 × 1 30%. സോറി, ഇവിടെ വെട്ടിയില്ല. 3ൽ ഒരു 3, 30ൽ 10 3, 10 × 1 10% എന്നാണ് കിട്ടുക. അപ്പോൾ 2 എണ്ണങ്ങൾ തന്നിട്ട് പേഴ്സൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ എപ്പോഴും അടിയിൽ എഴുതുക, കാണേണ്ട പേഴ്സൻറ്റേജിൻ്റെ സംഖ്യ മുകളിൽ എഴുതുക, പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ × 100. ഈ 2 മെത്തേഡ് ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് ടോട്ടൽ കണ്ടെത്താനാണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണവും തന്നു, ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് തന്നു, ടോട്ടൽ കാണണം. ഇപ്പോൾ ഒരു സംഖ്യയും അതിൻ്റെ പേഴ്സൻറ്റേജും തന്നാൽ നമ്മളെങ്ങനെയാണ് കാണുക? സംഖ്യ മുകളിൽ എഴുതുക, പേഴ്സൻറ്റേജ് താഴെ എഴുതുക, ടോട്ടൽ കാണാൻ × 100. 0 വെട്ടി, 2ൽ ഒരു 2, 10ൽ 5 2, 8 × 5 40. മറ്റൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനിൽ 30 തെങ്ങുകളുണ്ട്. തെങ്ങിൻ്റെ ശതമാനം 10ആണ്. അപ്പോൾ ടോട്ടൽ എത്ര മരങ്ങളുണ്ടെന്ന് കാണാൻ എന്താ ചെയ്യുക? തെങ്ങിൻ്റെ എണ്ണം മുകളിൽ എഴുതി, അതിൻ്റെ പേഴ്സൻറ്റേജ് താഴെ എഴുതി, ടോട്ടൽ കാണാൻ × 100. 0 വെട്ടി, 3 × 100 300. ഈ 3 മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തത് ടോട്ടലും പേഴ്സൻറ്റേജ് തന്ന് അതിൻ്റെ എണ്ണം കാണുക. അപ്പോൾ പേഴ്സൻറ്റേജ് തന്നുമ്പോൾ അതിൻ്റെ അടിയിൽ 100 വരും. അടുത്തത് ടോട്ടലും ഒരു എണ്ണവും തന്നു, അതിൻ്റെ പേഴ്സൻറ്റേജ് കാണുക. അപ്പോൾ എന്ത് ചെയ്യുക? സംഖ്യകൾ മുകളിലും താഴെയായിട്ട് എഴുതുക × 100.
അടുത്തത് ഒരു സംഖ്യയും അതിൻ്റെ പെർസെൻറ്റേജ് തന്നാൽ ടോട്ടൽ കാണാം. ഇനി ലാഭശതമാനം കാണാനോ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്, നഷ്ടശതമാനമൊക്കെ കാണാൻ പറഞ്ഞാൽ, അപ്പോൾ 100 രൂപയുടെ സാധനം 110 വിറ്റു, അപ്പം നമുക്ക് ലാഭമാണല്ലേ 10 രൂപ. ലാഭശതമാനം എങ്ങനെ കാണുക? 100ൻ്റെ സാധനം 110 വിറ്റാൽ 10 രൂപയാണ് ലാഭം. ആ ലാഭം മുകളിൽ എഴുതി, അതിൻ്റെ ഒറിജിനൽ വില 100ആണ്, അത് താഴെ എഴുതി, പെർസെൻറ്റേജ് കാണാം ഇൻറ്റു 100. 100 വെട്ടി 10% തന്നെയാണ് എന്ത് ലാഭശതമാനം. ഇനി 100 രൂപയുടെ ഒരു സാധനം 80 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ നമുക്ക് നഷ്ടമാണ് അല്ലേ. എത്ര നഷ്ടം? 20 രൂപ. 20 മുകളിൽ എഴുതി, ഒറിജിനൽ വില അടിയിൽ 100 എഴുതി, ഇൻറ്റു എത്രയാണ് 100. ഇപ്പം എത്ര വരും? കിട്ടിയാൽ 20 വരും. ഇതിപ്പോൾ 100 രൂപയുടെ സാധനം ആയതുകൊണ്ടാണ് അതേ സംഖ്യ പെർസെൻറ്റേജ് ആയിട്ട് വന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക.